ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേരളത്തിലെ പദവികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പദവികൾ ഡിസ്കസ് ചെയ്തിരുന്നു. കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് അവൈലബിൾ ആണ്. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്നവരെ നമ്മൾ പഠിക്കുമ്പോൾ തീർച്ചയായിട്ടും മന്ത്രിമാരെയും അവർ ഹാൻഡിൽ ചെയ്യുന്ന വകുപ്പുകളും പഠിക്കണം. അതൊരു കോഡൊക്കെ യൂസ് ചെയ്തിട്ട് പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു വീഡിയോ കൂടിയുണ്ട്. അതും നമ്മുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്ക് കൊടുത്തേക്കാം, നിങ്ങൾ അവിടെ പോയി കണ്ടാൽ മതി. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് കംപ്ലീറ്റും കേരളത്തിലെ പ്രധാനപ്പെട്ട പദവി അലങ്കരിക്കുന്ന ആൾക്കാരെ പറ്റിയിട്ടാണ്. അപ്പോൾ കേരളത്തിലെ പദവി അലങ്കരിക്കുന്ന ആൾക്കാരെ പറ്റി പറയുമ്പോൾ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് ആരാണ്? ഗവർണറാണ്. നമ്മുടെ കേരളത്തിന്റെ 22ാമത്തെ ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. എത്രാമത്തെ ഗവർണറാണ്? ആരിഫ് മുഹമ്മദ് ഖാൻ 22ാമത്തെ ഗവർണറാണ്. ഇനി നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആരാണ്? നമുക്ക് നിസ്സംശയം പറയാം, പിണറായി വിജയനാണ്. നിയമസഭാ സ്പീക്കർ, നമ്മുടെ കേരളത്തിന്റെ നിലവിലെ നിയമസഭാ സ്പീക്കർ MP രാജേഷ് ആണ്. ആരാണ്? MP രാജേഷ് ആണ്. ഇനി നമ്മുടെ കേരളത്തിന്റെ നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കർ, സ്പീക്കർ അറിയുമ്പോൾ നമ്മൾ എന്തു അറിഞ്ഞിരിക്കണം? ഡെപ്യൂട്ടി സ്പീക്കർ അറിഞ്ഞിരിക്കണം. അത് ചിറ്റയം ഗോപകുമാറാണ്. ചിറ്റയം ഗോപകുമാറാണ്. അപ്പോൾ നിയമസഭാ സ്പീക്കർ MP രാജേഷ്, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. ഇനി അടുത്തത് ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആരാണ്? അഡ്വക്കേറ്റ് S മണികുമാർ ആണ്. S മണികുമാർ. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ ആണ്. അടുത്തത് ചീഫ് സെക്രട്ടറി. ചീഫ് സെക്രട്ടറി ആരാണ്? VP ജോയി ആണ്. VP ജോയി ആണ് ചീഫ് സെക്രട്ടറി ഓഫ് കേരള. അപ്പോൾ കേരളത്തിന്റെ ചീഫ് സെക്രട്ടറി നിലവിലെ VP ജോയി ആണ്. മുന്നേ വിശ്വാസ് മേത്ത ആയിരുന്നു. ഇപ്പോൾ ആരാണ്? VP ജോയി ആണ്. ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് S മണികുമാർ ആണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ഇവിടുത്തെ ഡെപ്യൂട്ടി സ്പീക്കർ, നിയമസഭയിലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ഞാൻ ഈ ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യമൊക്കെ പറയുമ്പോൾ നിങ്ങൾ കേന്ദ്രത്തിൽ ആരും കൂടി ആണെന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് വെക്കുക, രാജ്യസഭയിലും ലോക്സഭയിലും. ഓക്കെ, അപ്പൊ ഡെപ്യൂട്ടി സ്പീക്കർ ഇവിടെ ആരാണ്? നിയമസഭയിൽ ചിറ്റയം ഗോപകുമാർ ആണ്. നിയമസഭാ സ്പീക്കർ MP രാജേഷ് ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് അടുത്ത സെഷനിലേക്ക് പോവാം. സബ്സ്ക്രൈബ് ചെയ്ത കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ പ്രസ് ചെയ്തേക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ ആര്? പ്ലാനിംഗ് ബോർഡിന്റെ ഉപാധ്യക്ഷനല്ല ആദ്യം പഠിക്കാനുള്ളത്, പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരെന്ന് വേണം പഠിക്കാനായിട്ട്. അപ്പൊ പ്ലാനിംഗ് ബോർഡിന്റെ അധ്യക്ഷൻ ആരാണ്? അത് നമ്മുടെ മുഖ്യമന്ത്രിയാണ്. എപ്പോഴും പ്ലാനിംഗ് ബോർഡ് അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? മുഖ്യമന്ത്രി ആയിരിക്കും. അപ്പോൾ എക്സാമിന് ചോദിക്കുകയാണ്, നിലവിലെ പ്ലാനിംഗ് ബോർഡ് അധ്യക്ഷൻ ആരാണ്? പിണറായി വിജയനാണ്. എന്നാൽ ഉപാധ്യക്ഷൻ ആരെന്ന് ചോദിക്കുകയാണെങ്കിൽ VK രാമചന്ദ്രനാണ്. ഉപാധ്യക്ഷൻ ആരാണ്? VK രാമചന്ദ്രൻ. പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ. 1967 കേരളത്തിന്റെ പ്ലാനിംഗ് ബോർഡ് ഫോം ചെയ്തത്. ഈ പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രനാണ്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? സംസ്ഥാനത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്ത. നമ്മൾ നേരത്തെ പറഞ്ഞ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന വിശ്വാസ് മേത്തയാണ് ഇപ്പോഴത്തെ കേരളത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അപ്പോൾ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? CP ജോയി ആണ്. അപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വിശ്വാസ് മേത്തയാണ്. DGP, കേരളത്തിലെ DGP, ക്രമസമാധാനം ഹാൻഡിൽ ചെയ്യുന്ന നിലവിലെ DGP ആരാണ്? അനിൽ കാന്ത് ആണ്. അനിൽ കാന്ത് ആണ് DGP ക്രമസമാധാനം ഹാൻഡിൽ ചെയ്യുന്ന DGP. അഡ്വക്കേറ്റ് ജനറൽ ആരാണ്? അഡ്വക്കേറ്റ് ജനറൽ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥനാണ്. ആര്? നമ്മുടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച അറ്റോർണി ജനറൽ ആരായിരുന്നു? KK വേണുഗോപാൽ ആയിരുന്നു. ഇനി സംസ്ഥാനത്തിലെ ഒരു ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഏറ്റവും വലിയ നിയമ ഉദ്യോഗസ്ഥൻ ആരാണ്? അത് അഡ്വക്കേറ്റ് ജനറൽ ആണ്. കേരളത്തിലെ അഡ്വക്കേറ്റ് ജനറൽ നിലവിൽ ആരാണ്? CP സുധാകര പ്രസാദ് ആണ്. CP സുധാകര പ്രസാദ്. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്നും കൂടി ഒന്ന് റീകളക്ട് ചെയ്തെടുക്കാം. പ്ലാനിംഗ് ബോർഡ് ഉപാധ്യക്ഷൻ VK രാമചന്ദ്രൻ, മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിശ്വാസ് മേത്ത, DGP അനിൽ കാന്ത്, അഡ്വക്കേറ്റ് ജനറൽ CP സുധാകര പ്രസാദ്. ക്ലിയർ ആയല്ലോ? അടുത്തത് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറും പിന്നെ ആരുണ്ട്?
ചീഫ് ഇലക്ട്രൽ ഓഫീസറും ഉണ്ട്. സംസ്ഥാനത്തിലെ ഇലക്ഷൻ, അതായത് തദ്ദേശീയ തെരഞ്ഞെടുപ്പൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ. ഇത് ആരാണ് നിലവിൽ? എ ഷാജഹാൻ ആണ്. എന്നാൽ കേന്ദ്രവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഇലക്ഷനുകളെല്ലാം, ലോക്സഭാ ഇലക്ഷനുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആണ്. ഇത് നമ്മുടെ കേന്ദ്ര ഇലക്ഷൻ ഓഫീസിന്റെ ബ്രാഞ്ച് ആയിട്ട് വരുന്ന ഓഫീസർമാരാണ് ചീഫ് ഇലക്ട്രൽ ഓഫീസർമാര്. ഈ ചീഫ് ഇലക്ട്രൽ ഓഫീസർ നിലവിൽ കേരളത്തിൽ ആരാണ്? ടിക്കാറാം മീണയാണ്. ടിക്കാറാം മീണ. അപ്പൊ സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ എ ഷാജഹാനും ചീഫ് ഇലക്ട്രൽ ഓഫീസർ ടിക്കാറാം മീണയുമാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്ന രണ്ട് സംഭവങ്ങളാണ്. ഒന്ന് ലോകായുക്ത, അടുത്തത് ലോക്പാല്. അപ്പൊ ഈ ലോകായുക്ത എന്താണ്, ലോക്പാൽ എന്താണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഇന്ത്യൻ പദവി അലങ്കരിക്കുന്നവർ പറഞ്ഞപ്പോൾ ലോക്പാല് വിട്ടുപോയതാണ്. പക്ഷെ ഇത് നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നതാണ് നല്ലത്. PSC ചോദിക്കുന്ന സ്ഥിരം ഒരു ക്വസ്റ്റ്യൻ ആണ്. അഴിമതി തടയുന്നതിന്റെ ഭാഗമായിട്ട് നിലകൊള്ളുന്ന ഏത് സ്ഥാപനമാണ് അല്ലെങ്കിൽ ഏതാണ് എന്ന് ചോദിക്കും. അത് ദേശീയ തലത്തിലാണെങ്കിൽ ലോക്പാലും കേരള സംസ്ഥാന തലത്തിലാണെങ്കിൽ ലോകായുക്തയുമാണ്. അപ്പൊ കേരളത്തിലെ ലോകായുക്ത ആരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. മൊത്തം 3 അംഗങ്ങളുണ്ട്. ഇതിനകത്ത് ലോകായുക്ത ആരെന്ന് ചോദിക്കുവാണെങ്കിൽ അതാരാണ്? ജസ്റ്റിസ് സിറിയക് ജോസഫ് ആണ്. ജസ്റ്റിസ് സിറിയക് ജോസഫ്. ഇനി നമ്മുടെ ദേശീയ തലത്തിലെ അഴിമതി തടയുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് ലോക്പാല്. ഈ ലോക്പാൽ ആരാണ് നിലവിലേത്? പിന്നാക്കി ചന്ദ്രഘോഷാണ്. പിന്നാക്കി ചന്ദ്രഘോഷാണ് നിലവിലെ ലോക്പാല്. ഇത് 4 ക്ലിയർ ആയല്ലോ. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ PSCയുടെ ചെയർമാനാണ്. എല്ലാവർക്കും അറിയാം MK സക്കീറാണ് അല്ലെ? അഡ്വക്കേറ്റ് MK സക്കീറാണ് PSCയുടെ നിലവിലെ ചെയർമാൻ. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം, അടുത്ത സെക്ഷനിലേക്ക് പോവാം. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ കേരളത്തിലെ അനവധി കമ്മീഷനുകളിലെ അധ്യക്ഷന്മാരെ പറ്റിയിട്ടാണ്. അതിനകത്ത് ആദ്യം പഠിക്കാനുള്ളത് മനുഷ്യാവകാശ കമ്മീഷനാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ്. ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. അടുത്തത് വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? പി സതീദേവിയാണ് നിലവിലെ വനിതാ കമ്മീഷൻ അധ്യക്ഷൻ. പി സതീദേവി. അടുത്തത് SC/ST കമ്മീഷൻ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ BS മാവോജി ആണ്. BS മാവോജി. പിന്നെ അടുത്തത് ആരാണ്? പിന്നാക്ക കമ്മീഷനാണ്. സംസ്ഥാന പിന്നാക്ക കമ്മീഷനിലേത് ജസ്റ്റിസ് G ശശിധരനാണ്. ജസ്റ്റിസ് G ശശിധരനാണ് സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ. അടുത്തത് ഭക്ഷ്യ കമ്മീഷൻ ചെയർമാൻ D ബാലമുരളിയാണ്. D ബാലമുരളി. ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ ആണ്. അപ്പോ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക്, വനിതാവകാശ കമ്മീഷൻ P സതീദേവി, SC/ST കമ്മീഷൻ BS മാവോജി, പിന്നാക്ക കമ്മീഷൻ സംസ്ഥാന പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ, ഭക്ഷ്യ കമ്മീഷൻ D ബാലമുരളി, ബാലാവകാശ കമ്മീഷൻ ആരാണ്? KV മനോജ് കുമാർ ആണ്. ഇതിനകത്ത് ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന റീസെന്റ് ക്വസ്റ്റ്യൻസിലൊക്കെ വരാറുള്ള ഒരു ചോദ്യമാണ്. ഏത്? നിലവിലെ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ്? KV മനോജ് കുമാർ ആണ്. അടുത്തത് നമ്മൾ കേരളത്തിലെ അക്കാഡമികളുടെ ചെയർമാനെ പറ്റിയിട്ടുമാണ് പറയാൻ പോകുന്നത്. അതിനകത്ത് ഒന്നാമത്തത് ചലച്ചിത്ര അക്കാദമിയാണ്. കേരള ചലച്ചിത്ര അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? അത് നമ്മുടെ ഡയറക്ടറായ കമലാണ്. ഇനി സാഹിത്യ അക്കാദമിയുടേതാണെങ്കിൽ വൈശാഖനാണ് കേരള സാഹിത്യ അക്കാദമിയുടെ നിലവിലെ ചെയർമാൻ. ഇനി ചലച്ചിത്ര അക്കാദമിയും ചലച്ചിത്ര വികസന കോർപ്പറേഷനും കൂടി തിരിഞ്ഞു പോകരുത്. ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ അധ്യക്ഷൻ ഷാജി എൻ കരുണാണ് ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നിലവിലെ അധ്യക്ഷൻ. മീഡിയ അക്കാദമി ഉണ്ട്. മീഡിയ അക്കാദമിയുടെ ചെയർമാൻ RS ബാബു ആണ്. RS ബാബു. അടുത്തത് ലളിതകലാ അക്കാദമിയുടെ ചെയർമാൻ ആരാണ്? നമ്മൾ ഏറ്റവും കൂടുതൽ ലളിതഗാനം പാടുന്നത് പൂക്കളുമായി ബന്ധപ്പെട്ടിട്ടെന്ന് ആലോചിച്ചാൽ മതി. അപ്പം നേമം പുഷ്പരാജ് ആണ്. അപ്പം ലളിതകലാ അക്കാദമി നേമം പുഷ്പരാജ്. സംഗീത നാടക അക്കാദമി ആണെങ്കിൽ അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ ചെയർപേഴ്സൺ KPSC ലളിതയാണ്. സംഗീത നാടക അക്കാദമിയുടേത്. ഫോക്ലോർ അക്കാദമി എന്ന് പറയുമ്പോൾ എന്താണ്? നാടൻ കലാരൂപങ്ങളെ
അതിനെ വികസിപ്പിക്കുന്ന അതിൻ്റെ പുരോഗമനം അതൊക്കെ ബന്ധപ്പെട്ടിട്ട് ഡെവലപ്മെൻ്റ് ഒക്കെ ബന്ധപ്പെട്ടിട്ട് തുടങ്ങിയിട്ടുള്ള അക്കാഡമിയാണ് ഫോക്ലോർ അക്കാഡമി. ഇതിൻ്റെ ചെയർമാൻ ആരാണ്? CJ കുട്ടപ്പനാണ്. CJ കുട്ടപ്പൻ. അപ്പം നമുക്ക് റീകളക്ട് ചെയ്തെടുക്കാം. ചലച്ചിത്ര അക്കാദമി കമലാണ്, സാഹിത്യ അക്കാദമി വൈശാഖൻ, ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ഷാജി N കരുൺ, മീഡിയ അക്കാദമി RS ബാബു, ലളിതകലാ അക്കാദമി നേമം പുഷ്പരാജ്, സംഗീത നാടക അക്കാദമി KPSC ലളിത, ഫോക്ലോർ അക്കാദമി CJ കുട്ടപ്പനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കേരളത്തിലെ പദവി അലങ്കരിക്കുന്നവരെ പഠിക്കാനുള്ളത്. PSC ഇപ്പോഴും ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെയാണ്. കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുണ്ട് പുതിയ ആൾക്കാരാണെങ്കിൽ. ജസ്റ്റ് നിങ്ങളിത് പഠിച്ചു വയ്ക്കുക. പിന്നീട് നമ്മൾ ക്വസ്റ്റ്യൻ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഇത് വരുമ്പോൾ പിന്നീട് നിങ്ങൾക്ക് അത് ഗ്രാസ്പ് ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട. തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ എല്ലാ ദിവസങ്ങളിലും റിവിഷൻ ക്ലാസ്സുകളാണ്. ഒരു ക്ലാസ്സുകളും മിസ് ചെയ്യാതെ കാണാനും ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു.